എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. 119 സങ്കീർത്തനം, അതിൻ്റെ 89 മുതൽ 104 വരെ. 119 സങ്കീർത്തനം, സാം നമ്പർ 119, 89 to 104, വേഴ്സസ് 89, 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. സാംസ് നമ്പർ 119, വേഴ്സസ് 89 to 104. 119 സങ്കീർത്തനം, അതിൻ്റെ 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. അവയെക്കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാർ എന്നെ നശിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അതെൻ്റെ ധാന്യമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുന്നതുകൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരെക്കാളും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗ്ഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ഒടുവിലത്തെ 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. തിരുവനവൻ്റെ അണ്ണാക്കിനെത്ര മധുരം, അവൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അതരം തുറന്ന കർത്താവിനെ വാഴ്ത്താം. ഇതൊന്നും വായിച്ചത്, നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ വായിച്ചത്, നിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. എങ്ങനെയാണ് ലോകത്തിൻ്റെ ഹല്ലേലൂയ ആലോചനയല്ല അവിടെ നമ്മൾ കണ്ടെന്നത്. വിവേകം ദൈവം തരുന്ന ആലോചനയാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നാം പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. വിവേകം ലോകത്തിൻ്റെ ജ്ഞാനം നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവം നൽകുന്ന വിവേകം, ദൈവം നൽകുന്ന പരിജ്ഞാനം ഇന്ന് പകൽക്കാലം നിറയപ്പെടുവാൻ കർത്താവേ, നിൻ്റെ വചനത്തിലുള്ള ആശ്രയം, കർത്താവേ, നിൻ്റെ വചനം, കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇവിടുന്ന് ബലം പകരണം എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മളെ നിശ്ചയമായിട്ടും വചനത്താൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം. ഓ, തിരുവചനം എൻ്റെ അണ്ണാക്കിന്, ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അത് മാധുര്യമേറിയതാണ്. അത് അണ്ണാക്കിന് മധുരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ സമ്മതനതയാണ് അവിടെ നമ്മൾ കാണാൻ സാധിക്കും. ദൈവവചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ കർത്താവേ, ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യണമേ. അതിൻ്റെ പ്രവൃത്തി എൻ്റെ ഉള്ളിൽ കർത്താവേ, ഹല്ലേലൂയ. ഓ, എൻ്റെ ഇടിവുകളെ കർത്താവേ, ഇന്ന് പകൽക്കാലം നീ അവിടുന്ന് പണിയണമേ കർത്താവേ. അങ്ങയുടെ വചനപ്രകാരം കർത്താവേ ഞാൻ ആയിത്തീരുവാൻ, ഓ, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. എൻ്റെ വായ്ക്ക്, ഹല്ലേലൂയ, എൻ്റെ വായ്ക്ക്, എൻ്റെ അതരത്തെ, ഹല്ലേലൂയ, എൻ്റെ അതരത്തിൻ്റെ മേൽ കർത്താവേ ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി അയക്കണമേ, പ്രവൃത്തി അയക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെ പണിയണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. കർത്താവേ, അവിടെ ഞങ്ങളെ വീണ്ടും അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കണമേ. അങ്ങയുടെ ആജ്ഞ അനുസരിക്കുവാൻ കർത്താവേ, ഹൃദയംഗമായ ദിവസങ്ങളിലേക്ക് സമർപ്പിച്ച
പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അവിടുന്ന് വീണ്ടും ഞങ്ങളെ പണിയണമേ. ഹല്ലേലൂയ. അവിടുന്ന് ആശ്രയമറ്റവർക്ക് വീണ്ടും കർത്താവേ, വീണ്ടും ഞങ്ങളുടെ ആശ്രയനാണല്ലോ കർത്താവേ. നിന്നിൽ ആശ്രയിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസമയങ്ങളിലും കർത്താവേ, നിന്നിലുള്ള ആശ്രയം ഇന്നുപോലെ കാലം വർദ്ധിക്കുവാൻ ഹല്ലേലൂയ ഇടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് ഒന്നും കൂടെ താഴ്ത്തി സമർപ്പിക്കാം. അവിടുന്ന് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ, ഇത്രത്തോളം ആരോഗ്യം ബലവും കർത്താവ് നൽകിയല്ലോ. ദൈവത്തെ വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ ഹല്ലേലൂയ. ഇന്നുപോലെ കാലം കർത്താവ് നമ്മുടെ അതിരങ്ങളെ ബലപ്പെടുത്തി, നമ്മുടെ കാലുകളെ അവൻ വീഴ്ചയിൽ നിന്ന് വെടിവെച്ചു. ഹല്ലേലൂയ. കണ്ണിൽ നിന്ന് കർത്താവ് വെടിവെച്ചല്ലോ. ഇന്നുപോലെ കാലം അനവധി വീഴ്ചകൾ, അനവധി പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ഇല്ല, തകർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ദൈവം ചെയ്ത പ്രവൃത്തികൾ ഇന്നുപോലെ കാലം ഓർക്കാൻ കർത്താവേ, അവിടെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നല്ലോ. അവിടെ ഞങ്ങൾ കാണിച്ചതേക്കായി കർത്താവെ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടപ്പാ തിരുപാത നീ അടുത്ത് വരുന്ന കർത്താവെ, വീണ്ടും ഞങ്ങളെ നടത്തുവാൻ അങ്ങ് മതിയായ ദൈവമാണല്ലോ. താങ്ക് യു ജീസസ്. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവെ, തിരുനാമത്തിന് മഹത്വം കരേറ്റുകയാണ് കർത്താവെ. സകല നാമത്തിന് മേലായ നാമമാണ് കർത്താവെ അങ്ങയുടെ നാമം കർത്താവെ. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ നാമത്തിനും മീതെയാണ് കർത്താവിൻ്റെ നാമം. ഹല്ലേലൂയ. ഇന്ന് കാലം ആ കർത്താവിൻ്റെ നാമത്തിലുള്ള വിടുതൽ, ബലമേറ്റെടുക്കുവാൻ, ജയമേറ്റെടുക്കുവാൻ വിവിധ വിഷയങ്ങളുടെ നടുവിൽ ഇടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അവിടുന്ന് ആലോചന വലിയവനാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ആജ്ഞ കേൾക്കുവാൻ ഇന്ന് പൽക്കാലം ഇടയായി തീരട്ടെ. ദിവസം നമ്മളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തി കൊടുക്കാം കർത്താവെ. അവിടുന്ന് വീണ്ടും ഞങ്ങളെ പണിയണം. ദൈവത്തിൻ്റെ വചനം കർത്താവ് നമ്മൾ കേൾക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, വിവിധ മേഖലകളിൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ വീണ്ടും ഏറ്റെടുക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിൻ്റെ മഹത്വം കരേറ്റുന്ന കർത്താവേ, ഒരു വിശുദ്ധ കാലം കൂടെ കർത്താവെ അങ്ങ് ആത്മാവിൽ സത്യത്തിലും ആരാധിപ്പാനായി ഞങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ തിരുവാതി കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് കാലം കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കനുസരിച്ച് കർത്താവ് തിരുനാമത്തെ ഉയർത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിച്ചിരുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം എന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ്. ഞങ്ങളെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, അത് അവിടുത്തെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. ഇന്നുപോലെ കാലം ഞങ്ങൾക്ക് മറ്റൊന്നും കർത്താവെ, അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പാകെ കർത്താവെ അങ്ങ് ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് തിരുനാമത്തെ ഉയർത്തുവാൻ കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ കടന്നുപോയെടുത്ത് ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചറിയാനിടയാക്കിയല്ലോ. ഇന്ന് കാലം ഒന്നും കൂടെ തിരുവാതിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നും കൂടെ ഗൃഹസ്ഥമാക്കുവാൻ കർത്താവ്, ഒന്നും കൂടെ കർത്താവെ ന്യായപ്രമാണത്തിലെ ആ സന്തോഷത്തിൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഞങ്ങളെ നടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കുഞ്ഞുകുട്ടി അവരെല്ലാവരും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തിരുനാമം മഹത്വം എടുത്താട്ടെ. തിരുകരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന യാചനയോട് കേട്ടിരിക്കുകയായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ വാഴ്ത്താം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദിവസം എല്ലായിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ കാലം കൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വം കരയേറ്റാനായി കർത്താവ് നമുക്കൊരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയ്ക്കായി കർത്താവിന് സകലമാനവും മഹത്വവും അർപ്പിക്കുന്നു. ശേഷാൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് ഒരു പനിയായ ഭാരപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കി എല്ലാവർക്കും കൊടുത്ത ആശ്വാസത്തിനും വിടുതലിനുമായി കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. വായിച്ച വേദഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുന്നിടയായ 119 സങ്കീർത്തനം, അതിൻ്റെ വേദഭാഗങ്ങൾ നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലേക്ക് ഒന്ന് കടന്നു വരുവാനിടയായി തീരട്ടെ. അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ 89 and 90, 119 verses 89 and 90. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്നു. മാനുഷികമായിട്ട് പല ചേഞ്ചുകൾ, അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഓരോ ദിവസവും കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ പറയും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം. എന്നാൽ അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ.
എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇത്രത്തോളം ചേഞ്ചസുകളും ലോക സംവിധാനങ്ങളിൽ സിസ്റ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി നമ്മൾ കാണുന്നത് നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഗോഡ്സ് വേർഡ്? ഇറ്റ് ഈസ് അൺചേഞ്ചബിൾ വേർഡ്. ലോകത്തിലുള്ള അനേക പുസ്തകങ്ങൾ മാറ്റി ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ലോകത്തിൽ നിന്നിറങ്ങിയ ഏറ്റവും വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ സമകാലിക വിഷയങ്ങൾ വരുമ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട്. എന്നാൽ സമകാലിക വിഷയങ്ങൾക്കനുസരിച്ച് മാറുന്നൊരു പുസ്തകമല്ല ഈ വചനം. നാം ഏറ്റെടുത്ത ദൈവത്തിൻ്റെ വചനം കാലമനുസരിച്ച് സമകാലിക വിഷയങ്ങളനുസരിച്ച് മാറുന്ന വചനത്തിലല്ല നാം ആശ്രയം വെച്ചിരിക്കുന്നത്. എന്നാൽ വേറെ ഒരു കാര്യമുണ്ട്. ഈ വചനം പഠിക്കും തോറും, ഈ വചനത്തിൽ ആശ്രയം വെക്കും തോറും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, മാറ്റുവാൻ ഇതിനോടകം ഒരു പുസ്തകത്തിന് സാധിച്ചിട്ടില്ല. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിനോടകം ഹല്ലേലൂയ അനേക ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ മാനവരാശിയുടെ അടുത്ത് ഇതുപോലെ പരിവർത്തനം ചെയ്ത മറ്റൊരു ഹല്ലേലൂയ പുസ്തകമില്ല. ഹല്ലേലൂയ ലോകചരിത്രത്തിൽ ഹല്ലേലൂയ ജനത്തിൻ്റെ മേൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത് ഇല്ല. ദൈവവചനം ഹല്ലേലൂയ അനേക ജീവിതത്തിൽ ക്രിയ ചെയ്ത് ഹല്ലേലൂയ അവരുടെ അനുഭവങ്ങൾക്കല്ലെങ്കിൽ കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, ഹല്ലേലൂയ പാപത്തിൽ നിന്ന് ഹല്ലേലൂയ വിടുതൽ ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഇടയായി തീർന്നിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഗോഡ്സ് വേർഡ് ഹല്ലേലൂയ നോ ഹ്യൂമൻ ക്യാൻ ചേഞ്ച് or no human can reach the heaven and make any changes for the word. സ്വർഗത്തിൽ ചെന്ന് ഈ വചനത്തെ മാറ്റുവാൻ സാധ്യമല്ല. കാരണം അത് എന്നേക്കുമായിട്ട്, അതാണ് എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം എത്ര ഭാഗ്യമുള്ളവരാ. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ഈ ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിൽ, ഈ ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഹല്ലേലൂയ ഏടുകളിൽ കൂടെ ഈ വചനമൊന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ സ്ക്രിപ്ചറിൻ്റെ ഒരു ഭാഗം ലഭിക്കുവാൻ അനേക കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ അനേക സമയങ്ങൾ കാത്തിരിക്കേണ്ട ലോകരാജ്യങ്ങളിൽ ഇത് ലഭ്യമാകാത്ത സമയങ്ങളുണ്ടായിരുന്നു. ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൈബിള്, ഒരു സ്ക്രിപ്ചർ അവിടെ വായിക്കുവാനായിട്ട് ഒരു ബൈബിളേ ഉള്ളൂ. എന്നാൽ കിലോമീറ്ററുകൾ താണ്ടി ദൈവവചനം അല്ലെങ്കിൽ അത് കേൾക്കുവാനായിട്ട് അന്ന് അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഇതിൻ്റെ വചനത്തിൻ്റെ ശക്തി, അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാകും തോറും, അതിൻ്റെ ശക്തി ഏറ്റെടുത്തും തോറും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഘോഷിക്കുവാൻ അനേക ജീവിതങ്ങളിടയായി തീർന്നു. അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് മാറ്റം വരുത്തുവാൻ സാധ്യമല്ല. നിൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ച് അത് നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തി ഏതിന്മേലുണ്ടായിരുന്നു? നീ ഭൂമിയെ സ്ഥാപിച്ചു, അതുകൊണ്ട് അതെങ്ങനെ ആയിരിക്കുന്നു? അത് നിൽക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരചലനം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സ്പർശനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആജ്ഞ ഭൂമിയുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സൃഷ്ടിയുടെ കരവിരുതിനെയാണ് അവിടെ പറയുന്നത്. നീ ഭൂമിയെ സ്ഥാപിച്ച് അത് നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയെ നിലനിൽക്കുന്നത്, ഭൂമിയുടെ നിലനിൽപ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. മനുഷ്യൻ്റെ ഹല്ലേലൂയ ബുദ്ധി കൊണ്ടല്ല ഭൂമി നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിലെ വ്യത്യാസങ്ങൾ നമുക്കറിയാം. പലപ്പോഴും ചൂടിൻ്റെ കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ കൊണ്ട് ഭൂമിയിൽ വ്യത്യാസങ്ങൾ നടക്കുന്നു, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. എന്നാലും ഭൂമിയിലെ ഹാബിറ്റാറ്റിൻ്റെ ആ നിലനിൽപ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടൊന്നു മാത്രമാണ് ഭൂമി നിലകൊള്ളുന്നത്. അങ്ങനെയെങ്കിൽ താഴോട്ടുള്ള വാക്യങ്ങളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊന്നും മനുഷ്യൻ്റെ കസ്റ്റഡിയിലുള്ള കാര്യമല്ല. അവ ഇന്നുവരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു.
ദൈവം ഭൂമിയിൽ അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ കരവിരുതാണ്, ദൈവത്തിൻ്റെ നിയമമുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ആ നിയമപ്രകാരമാണ് അതായിരിക്കുന്നതെന്നുള്ളത് നാം മറന്നു പോകരുത്. അതാണ് ഇവിടെ കാണുന്നത്. അവ ഇന്നുവരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു, സർവ്വ സൃഷ്ടികളും നിൻ്റെ ദാസന്മാരല്ലോ. അവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സർവ്വ സൃഷ്ടിയും ആരാണ്? ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുകളിൽ വരികയല്ല. ഇന്ന് നമുക്ക് പലപ്പോഴും കാണുന്ന സൃഷ്ടിയെയാണ്. സൃഷ്ടികർത്താവിനേക്കാൾ സൃഷ്ടിയെ ദൈവം ഹല്ലേലൂയ സൃഷ്ടിച്ചതിൻ്റെ പുറകെ മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വചനം പറയുന്നത് സർവ്വ സൃഷ്ടിയും ആരാണ്? സർവ്വസൃഷ്ടിയും ആരാണ്? ദാസന്മാരാണ്. അവിടെ ഒരു ഒബ്ജക്ഷൻ വരുന്നുണ്ട്. എന്താണ്? സർവ്വതും അവൻ്റെ അണ്ടറിലാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഉന്നതൻ? ആരാണ് ഉന്നതൻ? ആരാണ് ഏറ്റവും വലിയവൻ? ഈ ഭൂമിയിൽ ആരാണ് ഏറ്റവും വലിയവൻ? ഒരു മനുഷ്യനുണ്ടാക്കിയത് ഒരു കരവിരുതും ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പാകെ വലുതായിട്ട് വരുന്നില്ല. കാരണം അവൻ ആരാണ്? അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവത്തിനും അധിപനാണ്. സർവ സൃഷ്ടിയും അവൻ്റെ എങ്ങനെയായിരിക്കും? നിൻ്റെ ദാസന്മാരല്ലോ. സർവ സൃഷ്ടിയും അവൻ്റെ ദാസന്മാരായി തീരുകയാണ്. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായി തീരുകയാണ്. അവൻ പറയുന്നത് കേൾക്കുന്ന ആജ്ഞ അനുസരിക്കുകയായി തീരുകയാണ്. അങ്ങനെയെങ്കിൽ സകലതും ഹല്ലേലൂയ അവൻ മുഖാന്തരമാണ് ഉണ്ടായെന്നുള്ള കരവിരുതിൻ്റെ ശബ്ദമാണ് അവിടെ നാം കേൾക്കുന്നത്. സർവ സൃഷ്ടികളും നിൻ്റെ ദാസന്മാരല്ലോ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ആശ്രയമായാലായിരിക്കണം ഈ ദൈവത്തിൽ, ന്യായപ്രമാണത്തിൽ, ഈ വചനത്തിൽ നാം ദിനംതോറും സന്തോഷിക്കുന്നെങ്കിൽ ഏത് വിഷയങ്ങളുടെ നടുവിലും നമ്മളെ നിർത്തുന്ന ദൈവവചനപ്രകാരമുള്ള ആശ്രയമാണ് നമ്മിൽ കൂടെ വെളിപ്പെട്ട് വരേണ്ടത്. മറ്റു പലതിലും നാം ആശ്രയം വെച്ച് കഴിഞ്ഞാൽ നാം കുറച്ച് നാളത്തേക്കൊക്കെ ആശ്രയം നിൽക്കുമായിരിക്കും. എന്നാൽ അതൊന്നും അധികം നാൾ നിലനിൽക്കത്തില്ല. ഇവിടെ ചില പ്രത്യേകതകൾ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ, അവിടെ ഒരു ക്ലോസ് വെക്കുകയാണ്, നിൻ്റെ ന്യായപ്രമാണത്തോട് ഞാൻ ചേർന്ന് ഞാൻ നടന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിലെ ഞാൻ ഗ്രഹസ്ഥമാക്കി ഞാൻ മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില അവസ്ഥകളിൽ ഞാൻ നശിച്ചു പോകുവാൻ, ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. രോഗങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, നെടുവീർപ്പ് വരുമ്പോൾ ഹല്ലേലൂയ എവിടേക്ക് നോക്കുവാനാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്? നിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് നോക്കുവാൻ, നിൻ്റെ വചനത്തിലേക്ക്. ആ വചനത്തിലുള്ള സന്തോഷത്തിൽ നീ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ മുമ്പിൽ വരുന്ന കഷ്ടതയ്ക്കകത്ത്, നിന്നയ്ക്കകത്ത് നീ തീർന്നു പോകത്തില്ല, നീ അവസാനിക്കത്തില്ല. ഇന്ന് പൽക്കാലം ഏത് വിഷയത്തിനകത്തും എവിടെ പരിഹാരമുണ്ട്? വചനത്തിനകത്ത് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഹല്ലേലൂയ പ്രമോദമായിരുന്നില്ലെങ്കിൽ. അപ്പോൾ കഷ്ടതയ്ക്കകത്തും ഒരു ദൈവത്തിൽ എന്തുണ്ട്? പറഞ്ഞാട്ടെ, കഷ്ടതയ്ക്കകത്ത് ഒരു ദൈവത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. കഷ്ടതയ്ക്കകത്ത് സന്തോഷമുണ്ട്, കഷ്ടതയ്ക്കകത്ത് ആനന്ദമുണ്ട്, ഞെരുക്കത്തിനകത്ത് ആനന്ദമുണ്ട്. ഓ ഹല്ലേലൂയ. രോഗാവസ്ഥയിലാണെങ്കിലും ഹല്ലേലൂയ അവനൊരു ഇച്ചിരി കുതിച്ച് ചാടുവോ? ഓ ഇച്ചിരി ബലമുണ്ടെങ്കിൽ രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കരേറ്റുകയും ചെയ്യുന്ന ഒരു സന്തോഷം, ഒരു ജീവൻ അകത്തളങ്ങളിൽ ആർക്കുണ്ട്? വചനത്തിൽ ആശ്രയം വെക്കുന്ന ദൈവത്തിലുണ്ട്. അല്ലാതെ ലോകം പറയുന്നത് പോലെ അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു, അവരങ്ങനെ ചെയ്തായിരുന്നു, ഇവരങ്ങനെ ചെയ്തായിരുന്നു, അതുകൊണ്ട് എൻ്റെ കാര്യം ഇവിടെ അവസാനിച്ചെന്ന് പറഞ്ഞ് താടിക്ക് കൈയും കൊത്തി ഇരിക്കുന്ന ഒരു സ്വഭാവമല്ല യഥാർത്ഥ വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത്. യഥാർത്ഥത്തിൽ നിനക്ക് ദൈവത്തിൽ ആ ബന്ധമുണ്ടെങ്കിൽ അകത്തളങ്ങളിൽ ഒരു സന്തോഷം വ്യാപരിച്ചുകൊണ്ടിരിക്കും. പറയാതെ തന്നെ, ഒന്നും വെക്കാതെ തന്നെ, ഒന്നും ഇടാതെ തന്നെ, ഹല്ലേലൂയ ബൈക്കിന്റെ ശബ്ദമൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. ശക്തിയോടെ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി പ്രത്യേകമായ ഒരനുഭവത്തിന്റെ ആവശ്യമില്ല. അതിനൊന്ന് ഉറന്ന ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക,
പിന്നെല്ലാം നല്ലതാണ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ അതിലല്ല നമ്മുടെ ആശ്രയം, അതിലല്ല നമ്മുടെ പൂർണ്ണ ബലം ഇരിക്കുന്നത്. നമ്മുടെ ആശ്രയം ഇരിക്കുന്നത് ആരിലാണ്? കർത്താവിലാണ്. അതെവിടായിരുന്നാലും അത് ഉച്ചത്തിൽ അത് പുറത്തേക്ക് വരുന്നെങ്കിൽ ഹല്ലേലൂയ ശബ്ദത്തെ പിടിച്ചു നിർത്തുവാനായിട്ട് മറ്റൊന്നിനും സാധ്യമല്ലായിരിക്കും. ഇന്ന് വാൽക്കാലം ആ ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് കൊടുക്കേണ്ട ബലം ഉയരട്ടെ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഉയരട്ടെ. അതിനെ വേറെ ആരുടെ കയ്യിലും കൊടുക്കരുത്, വേറെ ആരുടെ കയ്യിലും മറ്റു പോകരുത്. വേറൊന്നിനും ആശ്രയിച്ച് ഇരുന്ന് പോകരുത്. വേറൊന്നിനും ആശ്രയിച്ച് വേറൊന്നിനെ പറയാൻ പോയി ദൈവത്തിനുള്ള ആശ്രയം കുറഞ്ഞു പോകരുത്. ദൈവം വന്നിരിക്കുന്നത് ദൈവനാമം മഹത്വമായി തീരട്ടെ. ഹല്ലേലൂയ. വേറൊന്നിലുമല്ല നമ്മുടെ ആശ്രയം, വേറൊന്നിലുമല്ല നമ്മുടെ ബലം. കർത്താവിലാണ് നമ്മുടെ ബലം ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിലാണ് നമ്മുടെ ആശ്രയം ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിലാണ് നമ്മുടെ ബലം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോഹ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസംഗിച്ചു നടന്നല്ലേ? നോഹയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? ഹൗ മെനി ഓഫ് us with നോഹ? നോഹ ദൈവത്തിൻ്റെ ദൈവം കൊടുത്ത ആജ്ഞയെ, ദൈവം കൊടുത്ത ശബ്ദത്തെ ഉച്ചത്തിൽ നോഹ ഉയർത്തി വർഷങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നല്ലേ? വലിയ മെജോറിറ്റി നോഹയുടെ കൂടെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നല്ലേ? തളർന്നു പോകാമായിരുന്നു, ക്ഷീണിച്ചു പോകാമായിരുന്നല്ലേ? കുറച്ചു നാൾ കഴിയുമ്പോൾ ആ പണി സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കാമായിരുന്നു. ദൈവം കൊടുത്ത വാഗ്ദത്ത പ്രകാരം, ദൈവം കൊടുത്ത വാഗ്ദത്ത പ്രകാരം നോഹ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കാലം ദൈവം തന്ന വാഗ്ദത്ത പ്രകാരം നോഹ അത് ഏറ്റെടുത്തുകൊണ്ട്, ആരുമില്ലെങ്കിലും ആരുമുണ്ടെങ്കിലും ദൈവം കൊടുത്ത ശബ്ദത്തിന് മുമ്പാകെ അത് ഏറ്റെടുത്തുകൊണ്ട് നോഹ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ദൈവം കൊടുത്ത ആജ്ഞ എടുത്തുകൊണ്ട്, ദൈവം കൊടുത്ത ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് ദൈവം ഹല്ലേലൂയ എന്താണ് നോഹയുടെ മക്കൾ ഏൽപ്പിച്ചത് അതിനെ ഏറ്റെടുത്തുകൊണ്ട് ആ ദേശത്ത് കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം കൊടുത്തതിനെ നോഹ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ഈ മക്കളെ, അതേ ഉള്ളൂ നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ ബലം. ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു, അവിടെ തീരാമായിരുന്നു, അവിടെ അവസാനിക്കാമായിരുന്നു. കഷ്ടതയ്ക്കുള്ളിൽ ഞാൻ അവസാനിക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആശ്രയം, ഹല്ലേലൂയ, നാം ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിങ്കിലായിരിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും അതാണ്. ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകാമായിരുന്നു. ഞാനൊരു നാൾ നിൻ്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല, അവയെ കൊണ്ടല്ലയോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ മറക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കാരണം അവ കാരണമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. കാലം ഉറപ്പുണ്ടോ? ധൈര്യമുണ്ടോ? ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു ജീവൻ എന്നിലേക്ക് വന്നു. ക്രിസ്തുവിൻ്റെ ജീവൻ, ഹല്ലേലൂയ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ, ഹല്ലേലൂയ, ആ ജീവൻ്റെ ഹല്ലേലൂയ ശക്തി എന്നിലേക്ക് വന്നതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അവയെ കൊണ്ടല്ലോ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടേതായ ചിന്തകളിൽ കൂടെ ഞങ്ങൾ ആശ്രയം വെക്കുന്നവരാണ്, അല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിൽ കൂടെ നീ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളെ ജീവിപ്പിക്കുന്ന അനുഭവത്തിനുടമകളാക്കി തീർക്കുന്നു. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. അപ്പാ, അവിടെ നമുക്ക് പിന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കുന്ന 97, 98. നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധാന്യമാകുന്നു.
ന്യായപ്രമാണത്തിനകത്തുള്ള പ്രിയം, ആ ടേസ്റ്റ് അത് വർദ്ധിച്ച് അതെത്രയോ എനിക്ക് പ്രിയമായി മാറ്റപ്പെടുകയാണ്. ഇപ്പോൾ എനിക്ക് ന്യായപ്രമാണമില്ലാതെ എനിക്ക് പറ്റത്തില്ല. ആ ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ചേർന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ കരുതലുകളെ, ദൈവത്തിൻ്റെ ആ ശബ്ദം എന്നിലേക്ക് വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അതിൻ്റെ ആ സ്വാധീനമാണ് അവിടെ പറയുന്നത്. അതാണ് എത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധാന്യമാകുന്നു. ഹല്ലേലൂയ. നിൻ്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവയെപ്പോഴും എൻ്റെ പക്കലുണ്ട്. ഇന്ന് കാലം ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആജ്ഞ നമ്മളെ മാറ്റിമറിക്കും. അത് ശത്രുവിൻ്റെ മുമ്പിൽ നമ്മളെ എങ്ങനെ ആക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്. ശത്രുവിൻ്റെ മുമ്പിൽ എങ്ങനെ ആക്കി തീർക്കും? ശത്രുവിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ, ശത്രുവിൻ്റെ മുമ്പിൽ നമ്മുടെ ശേഷി കുറയുകയല്ല, അവിടെ ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുവൊന്നുമല്ല, ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കും, അവയെപ്പോഴും എൻ്റെ പക്കലുണ്ട്. എവിടെങ്കിലും ബുദ്ധി കുറഞ്ഞിരിക്കുകയാണോ? എങ്ങനെ പോകണമെന്ന് അറിയാതിരിക്കുകയാണോ? ഇല്ല, ദൈവത്തിൻ്റെ വചനം നമ്മളെ മുന്നോട്ട് നടത്തും. ഇന്ന് വാക്കാലം ദൈവവചനത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നും കൂടെ സമർപ്പിച്ചു കൊടുക്കുക. ഇല്ല, കർത്താവേ, നീ എന്നെ നടത്തും, നിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിക്കും, നിൻ്റെ ആജ്ഞ എന്നെ കേൾപ്പിക്കും. കർത്താവേ, നിൻ്റെ ശബ്ദം എന്നെ നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എൻ്റെ വിവിധ വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ, ഓ നിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിക്കും, നിൻ്റെ ആജ്ഞ എന്നെ കേൾപ്പിക്കും. ഞാൻ പോകേണ്ടത്, ഓ ഹല്ലേലൂയ, നിൻ്റെ ശബ്ദം എന്നെ അറിയിച്ചു കൊണ്ടിരിക്കും, നിൻ്റെ വചനം എന്നെ അറിയിച്ചു കൊണ്ടിരിക്കും. ഞാൻ പോകേണ്ടത്, ഞാൻ മുന്നോട്ട് പോകേണ്ടത്, നിൻ്റെ വചനം എന്നെ അറിയിച്ചുകൊണ്ടിരിക്കും, കാണിച്ചുകൊണ്ടിരിക്കും. കർത്താവേ, ഞാൻ അതിൽ ആശ്രയം വെക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വഴിയറിയാതെ ദിശയറിയാതെ പോകുമ്പോൾ ഇല്ല, വഴി കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ കരുതൽ എൻ്റെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഈ വചനത്തിൽ ആശ്രയം വെക്കണം, ഈ വചനത്തിൽ നാം സന്തോഷിക്കണം, ഈ വചനത്തിന് മുമ്പാകെ നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വെക്കണം. ഇന്ന് വൽക്കാലം ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ നമ്മുടെ വിഷയങ്ങളെ ഒന്ന് ഇറക്കി വെച്ചിട്ടേ പോകാമുള്ളൂ. വചനത്തിന് മുമ്പാകെ ഇറക്കി വെക്കണം. ഹല്ലേലൂയ. ഇല്ല കർത്താവേ, എൻ്റെ അവസ്ഥകളെല്ലാം നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധിന്മാരിലും വിവേകമേറിയവനാകുന്നു. നിൻ്റെ വചനം ഇവിടെ എല്ലാം പ്രമാണിക്കുന്ന അനുഭവങ്ങളാണ് പറയുന്നത്. നിൻ്റെ വചനം പ്രമാണിക്കേണ്ടത് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. കണ്ടോ, ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന് സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. അതെന്തുവാ? ദുർമാർഗത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിൽ നിന്ന് വേറെ സ്റ്റെപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ വചനത്തിനോടുള്ള അഭികാഞ്ച, അല്ലെങ്കിൽ ഇതിനോടുള്ള ടേസ്റ്റ്, വചനത്തിനോടുള്ള ദാഹം അവിടെ കുറയുക. അതാണ് അവിടെ ദുർമാർഗത്തിൽ നിന്നും കാൽ എങ്ങനെ ചെയ്യുകയാണ്? വിലക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വഴി വിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറി പോകുന്തോറും എന്ത് കുറയുക ചെയ്തുകൊണ്ടിരിക്കുന്നത്? വചനത്തിലുള്ള ആശ്രയം കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. വചനത്തിനുള്ള ബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പിന്നെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോയെന്നൊക്കെ അറിയാം, പക്ഷേ വചനത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മാറിപ്പോകുന്ന വഴികളെയും ഞാൻ വിലക്കേണ്ടത് ആവശ്യമാണ്. I have to stop the other ways which will be an obstacle for your word. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്തെല്ലാം ഒബ്സ്റ്റക്കിളാണോ ദൈവവചനം അന്വേഷിക്കാതിരിക്കാൻ, ദൈവപ്രവൃത്തിയിൽ പ്രവേശിപ്പാതിരിക്കാൻ ഏതെല്ലാം ഒബ്സ്റ്റക്കിളാണോ അതിനെ ക്യാൻസൽ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മൾ അവരവരുടെ ഡ്യൂട്ടിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെ ക്യാൻസൽ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? നമ്മൾ അവരവരുടെ ഡ്യൂട്ടിയാണ്. ഇല്ല, ദൈവവചനത്തിൻ്റെ ആശ്രയത്തിൽ നിന്ന്, അല്ലെങ്കിൽ കർത്താവ് നിൻ്റെ വചനത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിന് എന്നെ മാറ്റിക്കളയുന്ന, അടർത്തിക്കളയുന്ന, ഹല്ലേലൂയ, ഏത് ദുർമാർഗത്തിൽ നിന്നും കർത്താവ് ആ വഴിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വഴിയിൽ നിന്ന് നാം മാറേണ്ടത് ആവശ്യമാണ്. അതാണ് അതിന് വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിൻ്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. ഇന്ന് വൽക്കാല ഉപദേശം ഏറ്റെടുക്കാൻ തയ്യാറാണോ? ദൈവം നൽകുന്ന ഉപദേശം ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഞാനതിനെ വിട്ടുമാറിയിട്ടില്ല. നിൻ്റെ വചനത്തിലുള്ള ആശ്രയം ഇന്ന് വൽക്കാലം അതൊന്ന് വർദ്ധിക്കട്ടെ.
ആ ബലമൊന്ന് വർദ്ധിക്കട്ടെ. കാരണം കഴിഞ്ഞ കാലം കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്, ഈ അനുഭവത്തിന് ഉടമകളാക്കി തീർത്തത് അവൻ്റെ വചനം പ്രമാണിച്ച് നാം മുന്നോട്ട് പോകുവാനാണ്. ആ ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ്. ഓ അപ്പാ, ഇരുട്ടിൻ്റെ അധിപതിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച്, ഹല്ലേലൂയ, എങ്ങനെയാ നമ്മളെ ആക്കി വെച്ചത്? പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു അല്ലേ? ഇരുട്ടിൻ്റെ ഹല്ലേലൂയ അനുഭവത്തിൽ നിന്ന് നമ്മളെ പ്രവേശിപ്പിച്ച് കയറ്റിയത് പുത്രൻ്റെ രാജ്യത്തിലേക്കാണ് കയറ്റിയത്. പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കയറ്റി. ഹല്ലേലൂയ. പുത്രൻ്റെ രാജ്യത്തിൻ്റെ അനുഭവത്തിന് ഹല്ലേലൂയ നമ്മുടെ ഉടമകളാക്കി തീർത്തത്. ഹല്ലേലൂയ. ഇനിയും ഇരുട്ടിൻ്റെ ശക്തിയിലേക്ക് പോകുവാനല്ല, അന്ധകാരത്തിലേക്ക് പോകുവാനല്ല, ഇരുട്ടുമായിട്ടല്ല ഇനി നമുക്ക് ബന്ധം. പുത്രൻ്റെ രാജ്യത്തിലെ മഹിമ, പുത്രൻ്റെ രാജ്യത്തിലെ സന്തോഷം, പുത്രൻ്റെ രാജ്യത്തിലെ ആനന്ദം നമ്മളിൽ നിന്ന്, ഹല്ലേലൂയ, പുത്രൻ്റെ രാജ്യത്തിൽ സന്തോഷമുണ്ട്, പുത്രൻ്റെ രാജ്യത്തിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ആ സന്തോഷത്താൽ നിറയപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. ഒരു വചനം കൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് ദിവസം എഴുന്നേറ്റ് നിന്ന് ആരാധന കൊടുക്കാൻ പോകുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ കൊലോസ്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മളെ വിടുവിച്ചത്, നമ്മളെ കൊണ്ടുപോയത്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ആക്കി തീർത്തത്. ഹല്ലേലൂയ. കൊലോസ്യർ 1-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 11-12 വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അനുഭവങ്ങളുണ്ട്. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, ഇരുട്ടിൻ്റെ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അവൻ കൽപ്പിച്ച ഹല്ലേലൂയ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് എങ്ങോട്ട് കൊണ്ടുവരികയാണ്? സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയാണ്? അതിൽ കൂടെ തന്നെ നാം മുന്നേറുവാനാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുക, സ്തോത്രം കൊടുക്കുക. ഇന്ന് പൽക്കാല സ്തോത്രസ്വരം ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രസ്വരം ഉയരട്ടെ. പുത്രൻ്റെ എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്നാട്ടെ. നാം ഒരുമിച്ച് പാട്ടുകൾ പാടാൻ പോകുകയാണ്. പാട്ടുകളെ പാടി കർത്താവിന് മഹത്വം കരയറ്റാൻ പോവുകയാണ്. യെസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പാട്ടുകളെ പാടി ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൈയടിച്ച് ആരാധിക്കണം. നമുക്കിവിടെ സഹാരികളായിട്ട് പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. അവർ ചില പാട്ടുകൾ എടുത്ത് പാടുന്നെങ്കിലും അതെല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരും സകലം സന്തോഷിക്കണം. പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചത് ഇരുട്ടിൻ്റെ അധിപതിയിൽ നിന്ന് നമ്മളെ പുത്രൻ്റെ രാജ്യത്തിലേക്കാക്കി തീർത്തു. കർത്താവേ, ആ സന്തോഷം, ആ ആനന്ദം ഞങ്ങളിൽ കൂടെ മറ്റനേകരറിയുവാൻ ആ സന്തോഷം കർത്താവേ, ന്യായപ്രമാണത്തിൻ്റെ സന്തോഷം, കഷ്ടതയിൽ ഞങ്ങളെ നിലനിർത്തിയത് ന്യായപ്രമാണവുമായിട്ടുള്ള ബന്ധമാണ്. വചനത്തിലുള്ള ആശ്രയമില്ലാതെ ഞങ്ങൾ തളർന്നു പോകുമായിരുന്നു, ഞങ്ങൾ ക്ഷീണിച്ചു പോകുമായിരുന്നു. ഹല്ലേലൂയ. അനേകർ ക്ഷീണിച്ചു പോയെടുത്ത്, അനേകർ തളർന്നു പോയെടുത്തപ്പാ ഞങ്ങളെ ഇന്ന് നിർത്തിയിരിക്കുന്നത് അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ ദയയാണ്. അല്പസമയം ദൈവത്തിന് വാഴ്ത്താം. കരങ്ങളടിച്ചോ ദൈവത്തെ. സ്തുതി കരേറ്റിയാട്ട് അനേകര് തളർന്നു പോയി, അനേകര് ക്ഷീണിച്ചു പോയി. ഇല്ല, ഇന്നും അങ്ങയുടെ കൃപ അനുഭവിക്കുക, ദയ അനുഭവിക്കുക, ശക്തി അനുഭവിക്കുക. ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപകളെ ഓർത്ത് അല്പസമയം ദൈവത്തിന് ആരാധന അർപ്പിക്കാം. സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യം പിശാചിന്റെ രാജ്യത്തിൽ ഇരുട്ടാണ്. എന്നാൽ യേശുവിന്റെ രാജ്യത്തിനകത്ത്, സ്നേഹത്തിന്റെ രാജ്യത്തിനകത്ത് നിന്നെ ആക്കിയത്. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ രാജ്യത്തിനകത്ത്, ഐക്യതയുടെ രാജ്യത്തിനകത്ത്, ഹല്ലേലൂയ, സമ്പൂർണതയുടെ രാജ്യത്തിനകത്ത്, ഹല്ലേലൂയ, ദൈവം നമ്മളെ ആക്കി സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്ത്. ആ സന്തോഷം കൊണ്ട് നിറയപ്പെടാം അപ്പാ. ആ സന്തോഷത്തിന് ഞങ്ങൾ നിറച്ചുല്ലോ. ഇത് ലോകം തരുന്നതല്ല, ഇത് ലോകം തരുന്നതല്ല. The world cannot give you that joy and peace. The world cannot give you that joy and peace. അത് കർത്താവാണ് നൽകുന്നത്. അവൻ നൽകുന്ന സമാധാനം, അവൻ നൽകുന്ന സന്തോഷം ലോകം തരാൻ സാധ്യമല്ല. ലോകത്തിന്റെ ഒരു ഹല്ലേലൂയ കാര്യങ്ങൾക്കും ആ സമാധാനം നൽകുവാൻ സാധ്യമല്ല.
ഇന്ന് പോൽക്കാലം കർത്താവിൽ സന്തോഷിക്കാം. നമ്മളെ തന്നെ ദിവസം നീ സമർപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ വാഴ്ത്ത് സന്തോഷിക്കാം.